ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു രാവിലെ സമയത്ത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ പൈപ്പ് ടാങ്ക് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കാണ് പൈപ്പ് ആൻഡ് സിസ്റ്റേൺ നമ്മൾ പറയും. അപ്പോൾ പൈപ്പ് ടാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു രാവിലെ സമയം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്: എ, ബി എന്നീ രണ്ട് ടാപ്പുകൾ യഥാക്രമം 10 മണിക്കൂറും 15 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കാൻ കഴിയും. രണ്ട് ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ്. അപ്പോൾ ഒന്നും കൂടെ, രണ്ട് ടാപ്പുകളുണ്ട്. എ, ബി എന്ന് പറയുന്ന രണ്ട് ടാപ്പുകളുണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന ടാപ്പ് തുറന്നാൽ 10 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. ഇനി ബി എന്ന് പറയുന്ന ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ, പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ 15 മണിക്കൂർ കൊണ്ട് ടാങ്ക് നിറയും. നമ്മുടെ ചോദ്യം എന്താണ്? രണ്ട് പൈപ്പുകളും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ, അല്ലേ, രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? സംഭവം പൈപ്പ് ആൻഡ് ടാങ്ക് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും സംഭവം വർക്ക് ആൻഡ് ടൈം തന്നെയാണ്. നമ്മൾ വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് വെച്ച് തന്നെയാണ് പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന് പറയുന്ന ഈ ടോപ്പിക്കിലുള്ള ഒട്ടുമിക്ക ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ടാങ്കിലേക്ക് രണ്ട് ടാപ്പുകളുണ്ട് അല്ലെങ്കിൽ രണ്ട് പൈപ്പുകളുണ്ട്. ആദ്യത്തെ പൈപ്പിനെ ഞാൻ എ എന്നും രണ്ടാമത്തെ പൈപ്പിനെ ഞാൻ ബി എന്നും പറഞ്ഞു വിളിക്കും. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ എത്ര മണിക്കൂറിന് ടാങ്ക് നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 10 മണിക്കൂർ എടുത്തിട്ട് ടാങ്ക് നിറയും. ഇനി രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ സംഭവിക്കുന്നത് എന്താണ്? 15 മണിക്കൂർ എടുത്തിട്ട് ടാങ്ക് നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ, എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ടാപ്പാണ് നമ്മൾ തുറക്കുന്നതെങ്കിൽ ഈ ടാങ്ക് നിറയാൻ 10 മണിക്കൂർ സമയം വേണം. ഇനി രണ്ടാമത്തെ ടാപ്പാണ് തുറക്കണേ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ടാപ്പാണ് തുറക്കുന്നതെങ്കിൽ 15 മണിക്കൂർ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക? ടാങ്ക് നിറയുക. ശരി, നമ്മൾ എങ്ങനെ ആൻസറിലോട്ട് എത്തുമെന്ന് വെച്ചാൽ, ആദ്യം തന്നിട്ടുള്ള സമയങ്ങൾ, അതായത് എ എന്ന് പറയുന്ന ടാപ്പ് തുറന്നാൽ നമുക്ക് 10 മണിക്കൂർ വേണ്ടി വരും. ബി എന്ന് പറഞ്ഞ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 15 മണിക്കൂർ വേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ തന്നിട്ടുള്ള സമയങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതായത് എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 10 മണിക്കൂർ സമയം വേണ്ടി വരും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മണിക്കൂർ സമയം വേണ്ടി വരും. നമ്മൾ ചെയ്യുന്നത്, ഈ തന്നിട്ടുള്ള രണ്ട് സമയങ്ങളുടെ LCM പറയും. തന്നിട്ടുള്ള രണ്ട് സമയങ്ങളുടെ LCM, അതായത് 10ൻ്റെയും 15ൻ്റെയും LCM ജസ്റ്റ് മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്ക്. 10ൻ്റെയും 15ൻ്റെയും LCM അത് എത്ര എന്ന് പറഞ്ഞു കിട്ടും? 30 എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഒന്നും കൂടെ, തന്നിട്ടുള്ള സമയങ്ങളുടെ LCM നമുക്ക് എത്ര എന്ന് കിട്ടി? 30 എന്ന് പറഞ്ഞു കിട്ടി. ഈ കിട്ടിയ LCM ആയ 30നെ നമ്മൾ വർക്ക് ആൻഡ് ടൈമിൻ്റെ കേസിൽ നമ്മൾ ടോട്ടൽ വർക്ക് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്നായിരിക്കും എടുക്കുക. അപ്പോൾ ഒന്നും കൂടെ, നമുക്ക് കിട്ടിയ LCM ആയ 10ൻ്റെയും 15ൻ്റെയും LCM ആയ 30നെ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ ടാങ്കിനകത്ത് 30 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ? അപ്പോൾ തന്നിട്ടുള്ള സമയങ്ങളുടെ LCMനെ നമ്മൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ ടാങ്കിനകത്ത് 30 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് പറയാം. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഓരോ മിനിറ്റിലും, ആദ്യത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും എത്ര ലിറ്റർ വെച്ച് കയറുമെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ അല്ലെങ്കിൽ അതിനെ എഫിഷ്യൻസി എന്ന് പറയും. ടാങ്കിൻ്റെ പൈപ്പിൻ്റെ എഫിഷ്യൻസി എന്ന് നമ്മൾ പറയും. അതെങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, ഈ കണ്ടുപിടിച്ചിരിക്കുന്ന 30/10 ചെയ്യുമ്പോൾ 3 എന്നും ഇവിടെ പറഞ്ഞിരിക്കുന്ന 30/15 ചെയ്യുമ്പോൾ 2 എന്നും പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ടാപ്പ് തുറന്നാൽ ഓരോ മണിക്കൂറിലും എത്ര ലിറ്റർ വെച്ച് കയറും? 3 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ, ആദ്യത്തെ പൈപ്പ് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന പൈപ്പ് തുറക്കുകയാണെങ്കിൽ, ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 3 ലിറ്റർ വെച്ച് അങ്ങനെ 10 മണിക്കൂർ കൊണ്ട് എത്ര ലിറ്റർ നിറയും? 30 ലിറ്റർ നിറയും. ഇനി രണ്ടാമത്തെ പൈപ്പാണ് തുറക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ടാപ്പാണ് തുറക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും 2 ലിറ്റർ വെച്ച് 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? 30 ലിറ്റർ നിറയും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ, ഈ എഴുതി വെച്ചിരിക്കുന്നതിന് നമ്മളല്ലാതെ എഫിഷ്യൻസി എന്നൊക്കെ പറയും. സംഭവം ഇത്രയേ ഉള്ളൂ. ഓരോ മണിക്കൂറിലും എ എന്ന് പറയുന്ന പൈപ്പ് തുറക്കുകയാണെങ്കിൽ 3 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഇനി ബി എന്ന് പറയുന്ന പൈപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 2 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. 2 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? ടോട്ടൽ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി 30 തന്നെ. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇനി രണ്ട് ടാപ്പുകളും കൂടെ രണ്ട് ടാപ്പുകൾ ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം വേണമെന്നല്ലേ ചോദ്യം. നമുക്ക് പറയാം,
രണ്ട് ടാപ്പുകളും കൂടെ തുറക്കുകയാണെങ്കിൽ എന്താണ് 3ഉം 2ഉം കൂടെ എത്ര 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഓക്കെ ആണോ? എ മാത്രം തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 3 ലിറ്റർ വെച്ച് കയറും. ബി മാത്രം തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 2 ലിറ്റർ വെച്ച് കയറും. രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ 3ഉം 2ഉം 5 വെച്ച് 5 വെച്ച് 5 വെച്ച് 5 വെച്ച് 5 വെച്ച് 30 ലിറ്റർ നിറയണമെങ്കിൽ 30/5 വെട്ടിപ്പോകുമ്പോൾ നമുക്ക് പറയാം 6 മണിക്കൂർ എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് നിറയും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 6 മണിക്കൂർ എന്ന് പറയാൻ പറ്റും. 6 മണിക്കൂർ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് ഇതിനകത്തുള്ള ബേസിക് കാര്യം. അപ്പോൾ തന്നിട്ടുള്ള സമയങ്ങളുടെ LCM എടുക്കും. ആ കിട്ടിയ LCM-ആയ അല്ലെങ്കിൽ ഇവിടുത്തെ LCM-ആയ 30-ന് നമ്മൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയും. ഇനി 30/10 ചെയ്യുമ്പോൾ 3 എന്നും 30/15 ചെയ്യുമ്പോൾ 2 എന്നും പറഞ്ഞിട്ട് സംഭവം ഇത്രയേ ഉള്ളൂ. ഈ 3 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 3 ലിറ്റർ വെച്ച് കയറും. ഇനി ഈ പറഞ്ഞ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്ന ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 2 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ 3ഉം 2ഉം 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് 30 ലിറ്റർ നിറയണമെങ്കിൽ 30/5 നമുക്ക് പറയാം 6 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ടാങ്ക് നിറയും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാമോ? ചോദ്യം ഇങ്ങനെയാണ്. എ ബി എന്നീ 2 ടാപ്പുകൾ യഥാക്രമം 20 മണിക്കൂറും 30 മണിക്കൂറും കൊണ്ട് ഒരു ടാങ്ക് നിറയ്ക്കാൻ കഴിയും. 2 ടാപ്പുകളും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരും? ശരി, സിമ്പിളായിട്ട് നേരത്തെ ചോദ്യം ചെയ്തതുപോലെ നമുക്ക് പറഞ്ഞു വരാം. എ എന്ന് പറഞ്ഞ ടാപ്പ് തുറന്നാൽ എ എന്ന് പറഞ്ഞ പൈപ്പ് തുറക്കുകയാണെങ്കിൽ എത്ര സമയം വേണ്ടി വരും? 20 മണിക്കൂർ സമയം വേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്ന പൈപ്പ് തുറക്കുകയാണെങ്കിൽ ടാപ്പ് തുറക്കുകയാണെങ്കിൽ എത്ര സമയം വേണ്ടി വരും? 30 മണിക്കൂർ സമയം വേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30 മണിക്കൂർ സമയം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്? തന്നിട്ടുള്ള സമയങ്ങളുടെ LCM 30-ൻ്റെയും 20-ൻ്റെയും LCM 30-ൻ്റെയും 20-ൻ്റെയും LCM നമുക്ക് കിട്ടും 60 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ തന്നിട്ടുള്ള സമയങ്ങളുടെ LCM ലസാഗു പറയും. 30-ൻ്റെയും 20-ൻ്റെയും 30-ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? 60/20 3 എന്നും 60/30 എത്രയാണെന്നും കിട്ടി? 2 എന്നും പറഞ്ഞു കിട്ടി. ഓക്കെ അല്ലേ? ഇവിടെ വന്നുകൊണ്ട് നമ്മളിങ്ങനെ പറയും, ഈ LCM-ആയ 60 എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്, ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയാണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ലിറ്ററാണ്. ഈ എഴുതി വെച്ചിരിക്കുന്ന 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ എ എന്ന് പറയുന്ന ടാപ്പ് തുറന്നാൽ ഓരോ മണിക്കൂറിലും 3 ലിറ്റർ വെച്ച് 3 ലിറ്റർ വെച്ച് 3 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഈ എഴുതി വെച്ചിരിക്കുന്ന 2 എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മണിക്കൂറിലും 2 ലിറ്റർ വെച്ച് 2 ലിറ്റർ വെച്ച് 2 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ രണ്ടും കൂടെ 2 പൈപ്പുകളും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ 3ഉം 2ഉം 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് ഓരോ മണിക്കൂറിലും 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ 60 ലിറ്റർ നിറയ്ക്കണമെങ്കിൽ 60/5 നമുക്ക് പറയാം 12 മണിക്കൂർ സമയം വേണ്ടി വരും. 12 മണിക്കൂർ സമയം വേണ്ടി വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 12 മണിക്കൂർ എന്ന് പറയാം. 12 മണിക്കൂർ എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയ കാര്യം വെച്ച് അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. 3 പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ടാങ്ക് യഥാക്രമം 12 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നിറയ്ക്കാൻ കഴിയും. 3 പൈപ്പുകളും ഒരേ സമയം തുറന്നാൽ ടാങ്ക് നിറയാനെടുക്കുന്ന സമയം എത്ര എന്നാണ്? അപ്പോൾ ഒന്നും കൂടെ, ഒരു ടാങ്കിലേക്ക് 3 പൈപ്പുകളുണ്ട്. ആദ്യത്തെ പൈപ്പ് തുറന്നാൽ എത്ര സമയം വേണം? 12 മിനിറ്റ് സമയം വേണം. ആദ്യത്തെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ 12 മിനിറ്റ് സമയം വേണ്ടി വരും. രണ്ടാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ടാങ്ക്, രണ്ടാമത്തെ പൈപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടാങ്ക് നിറയ്ക്കാനായിട്ട് 15 മിനിറ്റ് സമയം വേണ്ടി വരും. ഇനി മൂന്നാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ ഈ പറയുന്ന ടാങ്ക് നിറയ്ക്കാൻ എത്ര സമയം വേണം? 20 മിനിറ്റ് സമയം വേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പോലെ ഞാൻ ഇത് ആദ്യത്തെ പൈപ്പ്, രണ്ടാമത്തെ പൈപ്പ്, മൂന്നാമത്തെ പൈപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ പൈപ്പിനെ ഞാൻ എ എന്ന് പറഞ്ഞെടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ എ എന്ന് പറയുന്ന പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് സമയം വേണ്ടി വരും? 12 മിനിറ്റ് സമയം വേണ്ടി വരും. രണ്ടാമത്തെ പൈപ്പിനെ ഞാൻ ബി എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ് സമയം വേണ്ടി വരും. മൂന്നാമത്തെ പൈപ്പിന് ഞാൻ സി എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ 20 മിനിറ്റ് സമയം വേണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ, ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ്, രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 15 മിനിറ്റ്, മൂന്നാമത്തെ പൈപ്പ് തുറന്നാൽ 20 മിനിറ്റ് ആണേ. എന്താ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? തന്നിട്ടുള്ള സമയങ്ങളുടെ LCM 12-ൻ്റെയും 15-ൻ്റെയും 20-ൻ്റെയും LCM ലസാഗു പറ എത്രയായിരിക്കും? അത് 60 ആയിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ ഒന്നും കൂടെ, തന്നിട്ടുള്ള സമയങ്ങളുടെ LCM അത് 60. ഇനി നമ്മൾ ചെയ്യുന്നത് 60/12 5 എന്നും 60/15 4 എന്നും 60/20 3 എന്നും പറഞ്ഞെഴുതി. ഓക്കെ അല്ലേ? നമ്മൾ ഇങ്ങനെ അങ്ങ് മനസ്സിലാക്കും.
ടാങ്കിൻ്റെ കപ്പാസിറ്റി 60, ആ ടാങ്കിൽ കൊള്ളണത് 60 ലിറ്റർ കൊള്ളുമെന്ന് വെച്ചോ, ആ ടാങ്കിൽ കൊള്ളണത് 60 ലിറ്ററാണ്. ആദ്യത്തെ ടാപ്പ് തുറന്നാൽ ഓരോ മിനിറ്റിലും 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് 5 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും 4 ലിറ്റർ വെച്ച് 4 ലിറ്റർ വെച്ച് 4 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ടാപ്പ് തുറന്നാൽ ഓരോ മിനിറ്റിലും 3 വെച്ച് 3 വെച്ച് 3 വെച്ച് 3 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. എല്ലാം കൂടെ ഒരുമിച്ച് തുറന്നാലോ, 3 പൈപ്പും കൂടെ ഒരുമിച്ച് തുറന്നാലോ എന്താ സംഭവിക്കണേ? ഇതിൻ്റെ 5ഉം ഇതിൻ്റെ 4ഉം ഇതിൻ്റെ 3ഉം കൂടെ ചേർത്ത് 5ഉം 4ഉം 9ഉം 3ഉം 12 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ ആണേ. അപ്പോൾ 3 ടാപ്പുകളും കൂടെ 3 പൈപ്പുകളും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ 12 വെച്ച് 12 വെച്ച് 12 വെച്ച് 60 ലിറ്റർ നിറയണമെങ്കിൽ 60/12 കഴിഞ്ഞു, വെട്ടിപ്പോയി. എത്ര മിനിറ്റ് സമയം വേണം? 5 മിനിറ്റ് സമയം വേണ്ടി വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 5 മിനിറ്റ്. 5 മിനിറ്റ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം 2 ടാപ്പുകൾ പറയുന്നത് 3 ടാപ്പുകൾ വെച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതേപോലെ ചെറിയ വ്യത്യാസമുള്ള അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്. ഒരു പൈപ്പ് ഒരു ടാങ്ക് 10 മിനിറ്റിനുള്ളിൽ നിറയ്ക്കാൻ കഴിയും. മറ്റൊരു പൈപ്പ് 12 മിനിറ്റിനുള്ളിൽ അത് ശൂന്യമാക്കും. 2 പൈപ്പുകളും കൂടി തുറന്നാൽ അല്ലെങ്കിൽ 2 പൈപ്പുകളും തുറന്നാൽ ടാങ്ക് നിറയുന്ന സമയം എത്ര എന്നാണ്. അപ്പോൾ നൈസായിട്ടൊന്ന് പറഞ്ഞു വരാം. ഒരു ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ആദ്യത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റ് സമയം കൊണ്ട് ടാങ്ക് നിറയും. ഇനി അടുത്ത് രണ്ടാമത് വേറൊരു പൈപ്പുണ്ട്, അത് വെളിയിലേക്കുള്ള പൈപ്പാണ് അല്ലേ. അത് തുറന്നു കഴിഞ്ഞാൽ 12 മിനിറ്റ് സമയം എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് ശൂന്യമാകും അല്ലെങ്കിൽ എം ടി ആകും, കാലിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെയാണ്. അപ്പോൾ ഒന്നും കൂടെ, ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ഒന്ന് അകത്തോട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, ടാങ്ക് നിറയുമെന്നും മറ്റത് തുറന്നാൽ ശൂന്യമാകും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശൂന്യമാകണമെങ്കിൽ എന്തായിരിക്കും? പുറത്തേക്ക് പോകണ പൈപ്പായിരിക്കും. അപ്പോൾ ഒന്നും കൂടെ, ടാങ്കിലേക്ക് 2 പൈപ്പുകളുണ്ട്. ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ 12 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് ശൂന്യമാകും അല്ലെങ്കിൽ കാലിയാകും അല്ലെങ്കിൽ എം ടി ആകും എന്നൊക്കെ നമുക്ക് പറയാം ആണേ. ഇനി രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ എന്ത് സംഭവിക്കുന്നതാണ്? ടാങ്ക് നിറയോ? ഇവിടെ കൂടെ കയറിക്കൊണ്ടിരിക്കും, ഇവിടെ കൂടെ പോയിക്കൊണ്ടിരിക്കും. ടാങ്ക് നിറയോ? ടാങ്ക് നിറയും കേട്ടോ, അങ്ങനെ സംശയമൊന്നും വേണ്ട കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് നിറയോ എന്നാലോചിച്ച് തല പുണ്ണാക്കണ്ട. ടാങ്ക് നിറയും. സംഭവം ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ടാങ്ക് നിറയാനെടുക്കുന്ന സമയം കുറവാണ് അല്ലേ. ടാങ്ക് കാലിയാകാൻ, എം ടി ആകാൻ എടുക്കുന്ന സമയം കൂടുതൽ, 12 മിനിറ്റ് സമയം എടുക്കും. അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് നിറയൊക്കെ ചെയ്യും. കാരണം ഇവിടെ കൂടെ പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കും. 10 മിനിറ്റിനുള്ളിൽ ടാങ്ക് നിറയും. മറ്റു 12 മിനിറ്റ് എടുത്തിട്ടേ ടാങ്ക് എന്ത് ചെയ്യുള്ളൂ? ശൂന്യമാവുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ എപ്പോഴെങ്കിലും നിറയും. രണ്ടും കൂടെ ഒരുമിച്ച് തുറന്നാൽ ഒരുപാട് സമയം എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് നിറയും. ഓക്കെയാണ്. ശരി, നമുക്ക് പറഞ്ഞു തരാം. ആദ്യത്തെ പൈപ്പിനെ ഞാൻ എ എന്നും രണ്ടാമത്തെ പൈപ്പിനെ, പുറത്തേക്കുള്ള പൈപ്പിനെ ഞാൻ ബി എന്നും പറഞ്ഞു വിളിക്കുകയാണെങ്കിൽ, എ തുറന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് നിറയും. ഇനി ബി തുറന്നു കഴിഞ്ഞാൽ, ബി എന്ന് പറയുന്ന ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 12 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? ടാങ്ക് എം ടി. ഓക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ടാപ്പ് തുറന്നാൽ 10 മിനിറ്റ് ടാങ്ക്. രണ്ടാമത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ 12 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് കാലിയാകും, ശൂന്യമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പോലെ തന്നിട്ടുള്ള സമയങ്ങളുടെ LCM 10ൻ്റെയും 12ൻ്റെയും LCM അത് 60. അപ്പോൾ ഒന്നും കൂടെ, തന്നിട്ടുള്ള സമയങ്ങളുടെ LCM അത് 60, 10ൻ്റെയും 12ൻ്റെയും LCM 60 എന്ന് പറഞ്ഞിട്ട് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം, ഈ പറയുന്ന ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 60 എന്ന് പറയാം. ടാങ്കിൻ്റെ കപ്പാസിറ്റി 60 ലിറ്റർ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? 60/10 ചെയ്യുമ്പോൾ 6 എന്നും 60/12 ചെയ്യുമ്പോൾ 5 എന്നും പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? ഇവിടെ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ആദ്യത്തെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ 6 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഓരോ മിനിറ്റിലും 6 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ പൈപ്പാണ് തുറക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും 5 ലിറ്റർ വെച്ച് പുറത്തോട്ട് പോകുന്നതാണ്. ഓക്കെ ആണോ? 5 ലിറ്റർ വെച്ച് നിറയുമെന്നല്ല പറയേണ്ടത്, നന്നായിട്ട് മനസ്സിലാക്കണം. ഈ ബി എന്ന് പറയുന്ന പൈപ്പ് എന്താണ്? പുറത്തേക്കുള്ള പൈപ്പാണ് അല്ലേ, വെളിയിലോട്ട് പോകണതല്ലേ, ശൂന്യമാക്കുന്ന പൈപ്പല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യത്തെ ടാപ്പ് തുറന്നാൽ ഓരോ മിനിറ്റിലും 6 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും ആണേ. ഇനി രണ്ടാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും 5 ലിറ്റർ വെച്ച് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും, പുറത്ത് പോയിക്കൊണ്ടിരിക്കും ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ മനസ്സിൽ പിടി. 6 ലിറ്റർ വെച്ച് കയറുന്നു, 5 ലിറ്റർ വെച്ച് പോകുന്നു. 6 ലിറ്റർ വെച്ച് കയറുന്നു, 5 ലിറ്റർ വെച്ച് വെളിയിൽ പോകുന്നു. 6 ലിറ്റർ അല്ലേ, ഓരോ മിനിറ്റിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഓരോ മിനിറ്റിൽ 6 ലിറ്റർ വെച്ച് കയറുന്നു, 5 ലിറ്റർ വെച്ച് വെളിയിൽ പോയിക്കൊണ്ടിരിക്കും. തത്വത്തിൽ എത്ര ലിറ്റർ നിറയും? 1 ലിറ്റർ അല്ലേ ടാങ്ക് നിറയുള്ളൂ ഒരു മിനിറ്റിൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ,
ഈ ഓരോ മിനിറ്റിലും സംഭവിക്കുന്ന കാര്യം എന്താണ്? 6 ലിറ്റർ വെച്ച് അകത്തോട്ട് കയറും, 5 ലിറ്റർ വെച്ച് പുറത്തോട്ട് പോകും. 6 ലിറ്റർ വെച്ച് അകത്തോട്ട് കയറും, 5 ലിറ്റർ വെച്ച് പുറത്തും. എന്ന് പറഞ്ഞാൽ 6 ലിറ്റർ കയറുന്നു, 5 പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ടാങ്കിൽ വീഴുന്നത് എത്ര ലിറ്ററേ വീഴുള്ളൂ? 1 ലിറ്റർ വെച്ചേ കയറുള്ളൂ, 1 ലിറ്റർ വെച്ചേ കയറുള്ളൂ. അങ്ങനെ ഒന്ന് വെച്ച് 60 ലിറ്റർ നിറയണമെങ്കിൽ 60/1 നമുക്ക് പറയാം എത്ര മിനിറ്റ് സമയം വേണ്ടി വരും? 60 മിനിറ്റ് സമയം വേണ്ടി വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 60 മിനിറ്റ് എന്ന് പറയാം. 60 മിനിറ്റ് എന്ന് പറയാം. ഇനി ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സംഭവം സിമ്പിളാണ്. അകത്തോട്ട് കയറണതെല്ലാം പോസിറ്റീവായിട്ടും പുറത്തേക്ക് പോകുന്നതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുത്താലും മതി. ഇതിനെ -5 ആയിട്ട് എടുത്താലും മതി. ഓക്കെ ആണോ? അപ്പോൾ അകത്തോട്ട് പോകണമെന്ന് പോസിറ്റീവായിട്ട്, പുറത്തേക്ക് വേണതിനെ -ആയിട്ട് അങ്ങ് എടുത്താൽ മതി. അപ്പോൾ 6 - 5 എത്രയെന്ന് കിട്ടും? 1. ആ 1 വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ആൻസറായി എത്ര? 60 മിനിറ്റ്. ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഇത്രയാണ്. 6 ലിറ്റർ വെച്ച് കയറുന്നു, 5 ലിറ്റർ വെച്ച് പുറത്തേക്ക് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ എത്ര ലിറ്ററേ നിറയുള്ളൂ? ഓരോ ലിറ്റർ അല്ലേ, ഓരോ മിനിറ്റിലും ഓരോ ലിറ്റർ വെച്ച് എന്ത് ചെയ്യുള്ളൂ? ടാങ്ക് നിറയുള്ളൂ. അങ്ങനെ ഒന്ന് വെച്ച് 60 ലിറ്റർ നിറയണമെങ്കിൽ എത്ര സമയം വേണം? 60 മിനിറ്റ് സമയം വേണ്ടി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു പൈപ്പ് ഒരു ടാങ്ക് 8 മിനിറ്റിനുള്ളിൽ നിറയ്ക്കാൻ കഴിയും. ഓക്കെ. മറ്റൊരു പൈപ്പ് 16 മിനിറ്റിനുള്ളിൽ അത് ശൂന്യമാക്കും. 2 പൈപ്പുകളും തുറന്നാൽ ടാങ്ക് നിറയാനെടുക്കുന്ന സമയം എത്രയെന്നാണ്? ഡൗട്ട് വരരുത്. ടാങ്ക് നിറയോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വരരുത്. കാരണം ടാങ്കിലേക്ക് അകത്തേക്ക് കയറാൻ 8 മിനിറ്റും പുറത്തേക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് എന്തായാലും ടാങ്ക് നിറയും. ഓക്കെ ആണേ? ശരി, പറഞ്ഞു വരാം. ഞാൻ ആദ്യത്തെ പൈപ്പിനെ, അകത്തോട്ട് വീഴുന്ന പൈപ്പിനെ എ എന്ന് പറഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നിറയ്ക്കുന്നത് എത്ര മിനിറ്റ് എടുത്തിട്ടാണ്? 8 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ടാപ്പിനെ ഞാൻ, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുന്ന ടാപ്പിന് തുറന്നു കഴിഞ്ഞാൽ 16 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് കാലിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ, ആദ്യത്തെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ 8 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫില്ലാവും. ഇനി രണ്ടാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ 16 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് എംടി ആകും, ശൂന്യമാകും. ശരി, തന്നിട്ടുള്ള സമയങ്ങളുടെ LCM 8ൻ്റെയും 16ൻ്റെയും LCM അത് എത്ര തന്നെയാണ്? 16 തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ, തന്നിട്ടുള്ള 8ൻ്റെയും 16ൻ്റെയും തന്നിട്ടുള്ള സമയങ്ങളുടെ ലെസ്സാകൂ എന്ന് പറഞ്ഞാൽ 8ൻ്റെയും 16ൻ്റെയും LCM ലെസ്സാകൂ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? 16/8 ചെയ്യുമ്പോൾ 2 എന്നും 16/16 ചെയ്യുമ്പോൾ 1 എന്നും പറഞ്ഞിട്ടു. ഓക്കെ ആണോ? നന്നായിട്ടൊന്ന് മനസ്സിലായിക്കോളൂ. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന LCM ആയ 16 എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ടാങ്കിനകത്ത് 16 ലിറ്റർ വെള്ളം കൊള്ളും എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഓക്കെ അല്ലേ? ഇനി ആദ്യത്തെ പൈപ്പ് തുറന്നാൽ ഓരോ മിനിറ്റിലും 2 വെച്ച് കയറിക്കൊണ്ടിരിക്കും ആണേ. രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ ഓരോ മിനിറ്റിലും 1 ലിറ്റർ വെച്ച് പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓരോ മിനിറ്റിലും 1 ലിറ്റർ വെച്ച് പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ, ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 2 ലിറ്റർ വെച്ച് എന്ത് ചെയ്യും? അകത്തോട്ട് കയറും. ഇനി രണ്ടാമത്തെ പൈപ്പ് തുറന്നാൽ ഓരോ ലിറ്റർ വെച്ച് പുറത്തോട്ട് 2 ലിറ്റർ വെച്ച് കയറുന്നു, 1 ലിറ്റർ വെച്ച് പുറത്ത് പോകുന്നു. 2 ലിറ്റർ വെച്ച് കയറുന്നു, 1 ലിറ്റർ വെച്ച് പുറത്ത് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ എത്ര ലിറ്റർ കയറും? ഓരോ ലിറ്റർ വെച്ചല്ലേ കയറുള്ളൂ. അങ്ങനെ ഒന്ന് വെച്ച് 16 ലിറ്റർ നിറയണമെങ്കിൽ 16/1 നമുക്ക് പറയാം 16 മിനിറ്റ് സമയം വേണ്ടി വരും. 16 മിനിറ്റ് സമയം വേണ്ടി വരും. നമ്മുടെ ആൻസർ 16 മിനിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മനസ്സിൽ പിടിക്കാൻ പറ്റാത്തവർക്ക് ഇത്രയേ ഉള്ളൂ. അകത്തോട്ട് കയറുന്ന എല്ലാം പോസിറ്റീവ്, പുറത്തോട്ട് പോകുന്നതെല്ലാം നെഗറ്റീവ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് -1 എടുത്താലും മതി. 2 - 1 അത് 1 തന്നെയാണ്. 16നെ 1 കൊണ്ട് വായിക്കുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണെന്ന് കിട്ടും? 16 മിനിറ്റ് കൊണ്ടായിരിക്കും ടാങ്ക് നിറയുക. ഓക്കെ അല്ലേ? അപ്പോൾ 16 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടാങ്ക് നിറഞ്ഞു വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ചെയ്യാമോ? അടുത്ത ചോദ്യം ഇങ്ങനെയാണ്. ഒരു പൈപ്പിന് 30 മിനിറ്റുള്ളിൽ ഒരു ടാങ്ക് നിറയ്ക്കാൻ കഴിയും. അടിയിലെ ചോർച്ച കാരണം അത് 75 മിനിറ്റിനുള്ളിൽ നിറയും. ടാങ്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോർച്ച വഴി ശൂന്യമാക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഒരു പൈപ്പിന് 30 മിനിറ്റിനുള്ളിൽ ടാങ്ക് നിറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ടാങ്കിലേക്ക് ഒരു പൈപ്പുണ്ട്. പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യും? ടാങ്ക് നിറയും ആണേ. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? അടിയിലെ ചോർച്ച കാരണം അത് 75 മിനിറ്റിനുള്ളിൽ നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടിയിലെ ചോർച്ച കാരണം അത് നിറയാൻ 75 മിനിറ്റ് എടുക്കും. അടിയിലെ ചോർച്ച കാരണം നിറയാനായിട്ട് 75 മിനിറ്റ് സമയം വേണ്ടി വരും. സംഭവം എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഒന്നും കൂടെ, ഒരു ടാങ്കുണ്ട്, ടാങ്കിലേക്ക് ഒരു പൈപ്പുണ്ട്. ഈ പൈപ്പ്, അകത്തേക്കുള്ള പൈപ്പ് തുറക്കുകയാണെങ്കിൽ എത്ര മിനിറ്റ് സമയം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 30 മിനിറ്റിനുള്ളിൽ നിറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30 മിനിറ്റ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് ചോർച്ചയിൽ കൂടെ പോകാൻ 75 മിനിറ്റ് സമയം വേണ്ടി വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണ്?
ചോർച്ച കാരണം ഈ ടാങ്ക് നിറയാനായിട്ട് എത്ര സമയമെടുത്തു? 75 മിനിറ്റ് സമയമെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ, ചോർച്ച കാരണം ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് സമയമെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 75 മിനിറ്റ് സമയമെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കൂടെ ചോർച്ചയിൽ കൂടെ ടാങ്ക് ശൂന്യമാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചോർച്ച കാരണം ടാങ്ക് നിറയാൻ എത്ര സമയമെടുക്കും? 75 മിനിറ്റ് സമയം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പൈപ്പിൽ കൂടെ വെള്ളം കയറിക്കൊണ്ടുമിരിക്കും, ചോർച്ചയിൽ കൂടെ പോയിക്കൊണ്ടുമിരിക്കും. ഒന്നും കൂടെ, ഈ ടാപ്പ് വഴി വെള്ളം അകത്തോട്ട് കയറിക്കൊണ്ടുമിരിക്കും, ചോർച്ച വഴി പോയിക്കൊണ്ടുമിരിക്കും. ഇതും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് എത്ര മിനിറ്റ് സമയം വേണ്ടി വരുന്നത്? 75 മിനിറ്റ് സമയം വേണ്ടി വരുന്നത്. ഓക്കെയാണോ? ഒന്നും കൂടെ മനസ്സിൽ പിടി. ഇതിൽ കൂടെ കയറിക്കൊണ്ടുമിരിക്കും, ഇതിൽ കൂടെ പോയിക്കൊണ്ടുമിരിക്കും. ആ സമയത്താണ് ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വരുന്നത്? 75 മിനിറ്റ് സമയം വേണ്ടി വരുന്നത്. ചോർച്ച ഇല്ലായിരുന്നെങ്കിൽ ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് സമയം മതി? 30 മിനിറ്റ് സമയം മതി. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഞാൻ ഈ ടാങ്കിനകത്തേക്കുള്ള പൈപ്പിനെ എ എന്നും ചോർച്ചയെ ഞാൻ ബി എന്നും പറഞ്ഞു വിളിക്കും. അപ്പോൾ ഒന്നും കൂടെ, ഇതിനെ ആദ്യത്തെ ടാപ്പിന് അല്ലെങ്കിൽ ടാങ്കിനകത്തേക്കുള്ള പൈപ്പിനെ എ എന്നും ചോർച്ചയെ ഞാൻ ബി എന്നും പറഞ്ഞു വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ 30 മിനിറ്റ് സമയം എടുത്തിട്ട് ടാങ്ക് നിറയും. ഇനി അടുത്ത് ബി തുറന്നു കഴിഞ്ഞാൽ 75 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഒഴിയുമെന്നല്ല, അല്ലെങ്കിൽ 75 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും എന്നല്ല. ബി കാരണം എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ 75 മിനിറ്റ് സമയം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 75. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ, എ മാത്രമാണെങ്കിൽ 30 മിനിറ്റ് സമയം, രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എത്ര സമയം വേണം? 75 മിനിറ്റ് സമയം വേണ്ടി വരും. പറ, നേരത്തെ പറഞ്ഞതുപോലെ തന്നിട്ടുള്ള സമയങ്ങളുടെ എൽസിയം 30ൻ്റെയും 75ൻ്റെയും എൽസിയം എത്രയാണെന്ന് കിട്ടും? 150 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടെ, 30ൻ്റെയും 75ൻ്റെയും എൽസിയം 150 എന്ന് പറഞ്ഞ് കിട്ടി. നേരത്തെ പോലെ 150/30 ചെയ്യുമ്പോൾ 5 എന്നും 150/75 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്നും കിട്ടും? 2 എന്നും പറഞ്ഞ് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ, 150/30 ചെയ്യുമ്പോൾ 5 എന്നും 150/75 ചെയ്തപ്പോൾ നമുക്ക് എത്രയെന്നും കിട്ടി? 2 എന്നും പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മളിനി മനസ്സിലാക്കേണ്ട കാര്യം, എയിൽ കൂടെ മാത്രമാണെങ്കിൽ ഓരോ മിനിറ്റിൽ എത്ര വെച്ച് കയറിക്കൊണ്ടിരിക്കും? 5 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. ഇനി എയും ബിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ മിനിറ്റിൽ എത്രയേ കയറണുള്ളൂ? 2 ലിറ്ററേ കയറണുള്ളൂ. അപ്പോൾ ഒന്നും കൂടെ, എയും ബിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ മിനിറ്റിൽ 2 ലിറ്ററേ കയറുന്നുള്ളൂ. ഒന്നും കൂടെ, എയും ബിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓരോ മിനിറ്റിൽ 2 ലിറ്ററേ കയറണുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ബിയിൽ കൂടെ 3 ലിറ്റർ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാക്കണേ. എ എന്ന് പറയുന്ന പൈപ്പ് തുറക്കുകയാണെങ്കിൽ, എ മാത്രമായിട്ട് തുറക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും 5 വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. പക്ഷേ ബിയും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ എത്രയേ കയറണുള്ളൂ? ബിയും കൂടെ വന്നപ്പോൾ 2 ലിറ്ററേ കയറണുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ബിയിൽ കൂടെ എത്ര ലിറ്റർ വെച്ച് പുറത്ത് പോകും? 3 ലിറ്റർ വെച്ച് പുറത്ത് പോയിക്കൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നും കൂടെ, എ മാത്രം തുറക്കുകയാണെങ്കിൽ 5 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. രണ്ടും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ, ബിയും കൂടെ ചേർത്ത് തുറക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിൽ എത്രയേ കയറണുള്ളൂ? 2 ലിറ്ററേ കയറണുള്ളൂ. എന്ന് പറഞ്ഞാൽ ബിയിൽ കൂടെ എത്ര വെച്ച് പുറത്ത് പോകുന്നുണ്ട്? 3 വെച്ച് ഓരോ മിനിറ്റിലും ഇതിൽ കൂടെ എത്ര പോവും? 3 ലിറ്റർ വെച്ച് പോവും. ബിയിൽ കൂടെ ഓരോ മിനിറ്റിലും 3 ലിറ്റർ വെച്ച് പോവും. ബി എന്ന് പറഞ്ഞാൽ ചോർച്ചയാണ്. എന്ന് വെച്ചാൽ ചോർച്ചയിൽ കൂടെ ഓരോ മിനിറ്റിലും 3 ലിറ്റർ വെച്ച് പുറത്ത് പോവും. നമ്മുടെ ചോദ്യം എന്താണ്? ടാങ്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോർച്ച വഴി ശൂന്യമാക്കാൻ എത്ര സമയം എടുക്കുമെന്നല്ലേ? ടാങ്കിൻ്റെ കപ്പാസിറ്റി 150 നിറഞ്ഞിരിക്കുകയാണ്. ഓരോ മിനിറ്റിൽ എത്ര വെച്ച് പോവും? 3 വെച്ച് പോവും. അങ്ങനെ 3 വെച്ച് 150/3 നമുക്ക് കിട്ടി. എത്രയാണെന്ന് കിട്ടും? നമുക്ക് കിട്ടും 50 മിനിറ്റ് സമയം വേണ്ടി വരും. 50 മിനിറ്റ് സമയം വേണ്ടി വരും. ഓപ്ഷൻ സി, 50 മിനിറ്റ്. ഓക്കെ ആണോ? ഇനി ഇതും മനസ്സിൽ പിടിക്കാൻ പറ്റണില്ല, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇതിനെ പോസിറ്റീവായിട്ടും ഇത് രണ്ടും കൂടെ പറഞ്ഞാൽ ഇവിടെ അങ്ങനെ നെഗറ്റീവായിട്ടും പറഞ്ഞാൽ മതി. 5 - 2 3 എന്നല്ലേ? 150-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 50 മിനിറ്റ് പരിപാടി കഴിഞ്ഞു. ഓക്കെ ആണോ? ഞാൻ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കിയെന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നമ്മുടെ ഈ വെളുപ്പാങ്കാലം സമയത്തുള്ള അവസാനത്തെ ചോദ്യം. പൈപ്പ് ഉപയോഗിച്ച് ഒരു ടാങ്ക് 24 മിനിറ്റിനുള്ളിൽ നിറയ്ക്കാൻ കഴിയും. അടിയിലെ ചോർച്ച കാരണം അത് 72 മിനിറ്റിനുള്ളിൽ നിറയും.
ടാങ്ക് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോർച്ച വഴി ശൂന്യമാക്കാൻ എത്ര സമയമെടുക്കും എന്നാണ്. ചോർച്ച വഴി മാത്രം ആ ടാങ്ക് എം ടി ആകാനായിട്ട് എത്ര സമയം വേണ്ടി വരുമെന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാങ്കിലേക്ക് ഒരു പൈപ്പുണ്ട്. ഞാൻ വെറുതെ അതിന് പേര് കൊടുത്തു എ. അതുവഴിയാണെങ്കിൽ ടാങ്ക് നിറയാൻ എത്ര മിനിറ്റ് സമയം വേണ്ടി വരും? 24 മിനിറ്റ് സമയം വേണ്ടി വരും. ഇനി ചോർച്ചയിൽ കൂടെ 72 മിനിറ്റ് സമയം എടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ചോർച്ച കാരണം അല്ലെങ്കിൽ ബിയും കൂടെ തുറക്കുമ്പോൾ എയും ബിയും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എയും ബിയും ചുരുക്കി പറഞ്ഞാൽ പൈപ്പിൽ കൂടെ കയറിക്കൊണ്ടിരിക്കും, ചോർച്ചയിൽ കൂടെ രണ്ടും. ചോർച്ച കാരണം ടാങ്ക് നിറയാൻ എത്ര സമയം വേണ്ടി വന്നു? 72 മിനിറ്റ് സമയം വേണ്ടി വന്നു. 72 മിനിറ്റ് സമയം വേണ്ടി വന്നു. ഓക്കെ അല്ലേ? ശരി, നൈസായിട്ടൊന്ന് പറഞ്ഞു നോക്കാം. നേരത്തെ ചോദ്യം പോലെ എ തുറക്കുകയാണെങ്കിൽ 24 മിനിറ്റ് സമയം. ബി കാരണം എന്ന് പറഞ്ഞാൽ എയും ബിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ്. ബി കാരണം ടാങ്ക് നിറയാൻ 72 മിനിറ്റ് സമയം വേണ്ടി വരും. അപ്പോൾ ഒന്നും കൂടെ, എ മാത്രം തുറക്കുകയാണെങ്കിൽ 24 മിനിറ്റ്. ബി കാരണം, ചോർച്ച കാരണം എത്ര മിനിറ്റ് വേണ്ടി വന്നു? 72 മിനിറ്റ് സമയം വേണ്ടി വന്നു. തന്നിട്ടുള്ള സമയങ്ങളുടെ LCM 24ൻ്റെയും 72ൻ്റെയും LCM നൈസായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് മനസ്സിൽ പിടിക്കാൻ പറ്റും. 24ൻ്റെയും 72ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ അത് 72 തന്നെയാണ്. 72/24 ചെയ്യുമ്പോൾ 3 എന്നും 72/72 ചെയ്യുമ്പോൾ 1 എന്നും പറഞ്ഞു കിട്ടും. ഓക്കെ അല്ലേ? ഇനി നൈസായിട്ടൊന്ന് പറ. എ മാത്രം തുറക്കുകയാണെങ്കിൽ 3 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടേയിരിക്കും. ഇനി എയും ബിയും കൂടെ ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ 1 വെച്ചേ കാരണമുള്ളൂ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിയിൽ കൂടെ എത്ര വെച്ച് പോകുന്നുണ്ട്? 2 ലിറ്റർ വെച്ച് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ, എ എന്ന് പറയുന്ന ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഓരോ മിനിറ്റിലും 3 ലിറ്റർ വെച്ച് കയറിക്കൊണ്ടിരിക്കും. പക്ഷേ ബിയും കൂടെ അല്ലെങ്കിൽ ചോർച്ച കാരണം എത്രയേ കാരണമുള്ളൂ? 1 കാരണമുള്ളൂ. അതിൻ്റെ അർത്ഥം ചോർച്ചയിൽ കൂടെ എത്ര വെച്ച് പോകും? 2 ലിറ്റർ വെച്ച്, ഓരോ മിനിറ്റിലും 2 ലിറ്റർ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ 2 വെച്ച് 72 ലിറ്റർ കാലിയാകണമെങ്കിൽ 72/2 നമുക്ക് പറയാം എത്ര മിനിറ്റ് സമയം വേണ്ടി വരും? 36 മിനിറ്റ് സമയം വേണ്ടി വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 36. വീണ്ടും ഇതൊന്നും തലയിൽ കയറുന്നില്ലെങ്കിൽ നൈസായിട്ട് 3 - 1 എന്നങ്ങ് എടുക്കുക. 3 - 1 2 ആ 2 കൊണ്ട് 72നെ വായിച്ചാൽ മതി. നമ്മുടെ ആൻസർ എത്ര? 36 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു 5 മണി സമയത്ത് അല്ലെങ്കിൽ രാവിലെ സമയത്ത് നമ്മളൊരു 7 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പൈപ്പ് ആൻഡ് ടാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളായിരുന്നു ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കല്ലേ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.